എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പുതിയൊരു പാഠത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ വീട് നല്ല വീട് എന്ന പാഠം കഴിഞ്ഞു. രണ്ടാമത്തെ പാഠം മഴമേളം. മഴ. നമ്മുടെ നാട്ടിലിപ്പോ നല്ല മഴയല്ലേ? എല്ലാവർക്കും മഴ ഇഷ്ടാണോ? മഴയത്ത് കളിക്കാൻ ഇഷ്ടാണോ? മഴയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഓർമ്മയിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം, മഴയത്ത് കളിക്കുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും ഒരു സംഭവം ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ നിങ്ങൾ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കണേ. ഒരു ദിവസം പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ, നിങ്ങളെ പോലെ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലേക്ക് പോവുമായിരുന്നു. എൻ്റെ കയ്യിൽ, മഴക്കാലമല്ലേ, എൻ്റെ കയ്യിൽ നല്ലൊരു പുള്ളിക്കുടയുണ്ട്. പുതിയതായിരുന്നു. അതുകൊണ്ട് മഴ പെയ്യണേ, മഴ വരണേ എന്ന് ആശിച്ച് പ്രാർത്ഥിച്ചു പോവാണ്. കാരണം മഴ പെയ്താലല്ലേ എനിക്ക് കുട നിവർത്താൻ പറ്റുള്ളൂ. അങ്ങനെ മഴ കുറച്ച് ദൂരം നടന്നതേ ഉള്ളൂ. മഴ പെയ്യാൻ തുടങ്ങി. ഞാൻ നല്ല സന്തോഷത്തിൽ എന്ത് ചെയ്തു? കുട നിവർത്തി ചൂടി മെല്ലെ അങ്ങനെ നടന്നു പോവാണ്. മഴ നല്ല ശക്തിയിൽ പെയ്തു തുടങ്ങി. മഴയോടൊപ്പം തന്നെ എന്തും വന്നു? കാറ്റും വന്നു. എൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് പോയി. എനിക്കത് ശക്തിയിൽ മുറുക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. എന്ത് സംഭവിച്ചു? എൻ്റെ കയ്യിൽ നിന്ന് കുട താഴെ ചെളിയിലേക്ക് വീണു. എൻ്റെ പുള്ളിക്കുടയിൽ നിറയെ ചെളി കയറി. ഞാനോ ആകെ, നല്ല ശക്തിയുള്ള മഴയല്ലേ, അതുകൊണ്ട് ഞാൻ ആകെ നനഞ്ഞു. മഴയിലാകെ നനഞ്ഞു കുളിച്ചു. പിന്നെ സ്കൂളിലേക്ക് പോവാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ചെളി നിറഞ്ഞ കുടയും എടുത്ത് എങ്ങനെയോ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. എങ്ങനെയുണ്ട് എൻ്റെ അനുഭവം? നല്ല രസമുണ്ട് അല്ലേ? അതേപോലെ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം പറയോ? ഓർമ്മിച്ചെടുത്തോ നിങ്ങള്? അതായത് നിങ്ങൾ കളിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ ഇതേപോലെ സ്കൂളിലേക്ക് പോകുമ്പോൾ പറ്റിയ എന്തെങ്കിലും ഒരു അനുഭവം, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒപ്പം പുറത്തു പോകുമ്പോൾ പറ്റിയ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ് നിങ്ങളത് റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ മഴ അനുഭവം എന്ന് പറഞ്ഞ് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ചെയ്യുമല്ലോ? അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ പാഠം തുടങ്ങാം. എന്തായിരുന്നു പാഠത്തിന്റെ പേര്? മഴമേളം. നിങ്ങൾ എന്തൊക്കെയാ മക്കളെ ചിത്രത്തിൽ കാണുന്നത്? ചിത്രം കണ്ടോ? നല്ല ഭംഗിയുള്ള ഒരു ചിത്രമാണല്ലോ. ഇതാരാണ്? ഒരു പെൺകുട്ടി. ഇവൾക്കൊരു പേരിടാമോ നിങ്ങൾക്ക്? ഓക്കെ, നമുക്കൊരു പേരിടാം. വിമല. വിമലയുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു കുട. വെറും കുടയാണോ? അല്ല, പുള്ളിക്കുട. എന്താ നിറം? ചുവപ്പ്. ചുവപ്പിൽ എന്ത് കളറിലാണ് പുള്ളികൾ ഉള്ളത്? മഞ്ഞ കളറിൽ അല്ലേ? ശരി. എന്നാൽ ഇവൾ അകത്ത് നിന്ന് ആദ്യം വന്ന ഉടനെ മഴ ഉണ്ടായിരുന്നില്ല. മഴ തീരെ ഉണ്ടായിരുന്നില്ല. അവൾ വേഗം ആകാശത്തേക്ക് നോക്കി. കാരണം എന്താ? അവളുടെ കയ്യിൽ ഒരു പുള്ളിക്കുടയുണ്ട്. അവൾക്കത് നൂർത്തി ഒന്ന് മഴയത്ത് നടക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്യുന്നില്ല. അവള് വേഗം ആകാശത്തേക്ക് നോക്കി. ആകാശത്ത് അവള് ഭംഗിയുള്ള ഒരു സംഭവം കണ്ടു. എന്തായിരിക്കും നമ്മുടെ വിമല കണ്ടിരിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു തരാം. 7 നിറത്തിലുള്ള ഒരു സംഭവമാണ് അവള് കണ്ടത്. നല്ല ഭംഗിയിൽ വളഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം. എന്തായിരിക്കും അത്? ഓർമ്മിച്ചേ. അവൾ ആ കാഴ്ച കണ്ട ഉടനെ തന്നെ അവളുടെ അമ്മയെ വിളിച്ചു. അമ്മേ, വേഗം വാ, ഒരു കാര്യം കാണിച്ചു തരാം. പക്ഷേ അമ്മ ഓടി വന്നപ്പോഴേക്കും ആ കാര്യം ആകാശത്ത് ഉണ്ടായിരുന്നില്ല. എന്തായിരിക്കും അത്? മഴവില്ല്. എത്ര നിറങ്ങളാ മഴവില്ലിന്? 7 നിറങ്ങൾ. 7 നിറങ്ങളുള്ള മഴവില്ലാണ് അവൾ വന്ന ഉടനെ കണ്ടത് ആകാശത്ത്. പക്ഷേ അമ്മ വന്നപ്പോഴേക്കും ആ മഴവില്ല് മാഞ്ഞു പോയിരുന്നു. കാരണം എന്താ? കാരണം മാനം കറുത്തു വന്നു.
എന്തിനായിരിക്കും മാനം കറുത്തു വന്നത്? ആകാശം ഇരുണ്ടുകൂടി കാർമേഘങ്ങളൊക്കെ വന്നത് എന്തിനായിരിക്കും? മഴ പെയ്യാൻ. മഴ വന്നു. കാണുന്നില്ലേ മഴ പെയ്യുന്നത്? കാണുന്നില്ലേ? മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. അപ്പോൾ ആർക്ക് സന്തോഷായിട്ടുണ്ടാവും? വിമലയ്ക്ക്. കാരണം അവള് കുടയൊക്കെ കയ്യിലെടുത്ത് നിൽക്കുകയാണ്. അവൾക്കൊന്ന് പുറത്തിറങ്ങാൻ, കുടയും ചൂടി ഒന്ന് നടക്കണം അല്ലേ? അങ്ങനെ അവൾ അവളുടെ വീടിന്റെ മുൻപിലുള്ള കുളത്തിലേക്ക് നോക്കി. കാണുന്നില്ലേ ഒരു കുളം? കുളത്തിന്റെ അടുത്ത് എന്തൊക്കെ കാഴ്ചകളാ മക്കളെ നിങ്ങൾ കാണുന്നത്? പറഞ്ഞേ, ഏതൊക്കെ ജീവികളെ നിങ്ങൾ കാണുന്നുണ്ട്? മീനുകൾ, തവളകൾ, ആമ അല്ലേ? ഇവിടെ കുറെ ചെടികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ആമ എന്താ ചെയ്യാൻ പോകുന്നത്? ആമ മഴ വന്നപ്പോൾ കരയിൽ നിന്നും വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണല്ലേ? പിന്നെ ഈ മീൻ എന്താ ചെയ്യുന്നത്? വെള്ളത്തിൽ നിന്നും ഉയർന്നു ചാടുന്നുണ്ട്, പൊങ്ങി ചാടുകയാണ്. മഴ പെയ്ത സന്തോഷത്തില് അവരെല്ലാം ആഘോഷിക്കുകയാണ്. ഈ തവള എന്ത് ചെയ്യുന്നു? ഒരു കല്ലിന്റെ പുറത്തിരിക്കുന്നു അല്ലേ? ഈ തവളയോ, കുഞ്ഞിത്തവള ഇവിടെ നിന്നും അതിന്റെ അമ്മയുടെ അടുത്തേക്ക് ചാടി വരുന്നു അല്ലേ? നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ശരി, ഈ മീനോ? ഈ മീനും വെള്ളത്തിൽ നിന്ന് പൊങ്ങി ചാടുന്നു. ഇവര് കളിക്കുകയായിരിക്കും അല്ലേ? പിന്നെ നമ്മുടെ വിമല എന്താ കളിക്കുന്നത്? ഓടിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന് നേരെ കൈ നീട്ടി പിടിച്ചതാണ്. വെള്ളം കയ്യിലേക്ക് വീഴുമ്പോൾ നല്ല രസമല്ലേ? നിങ്ങളും ചെയ്യാറില്ലേ അങ്ങനെയൊക്കെ? നല്ല അനുഭവമാണ് അല്ലേ അതൊക്കെ? അങ്ങനെ നമ്മുടെ വിമല സന്തോഷത്തോടു കൂടി ഇറങ്ങാണ്. എങ്ങോട്ട്? നോക്കാം അല്ലേ അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ, വിമല എന്തായിരുന്നു ആകാശത്ത് കണ്ടത്? മഴവില്ല്. മഴവില്ലിന് എത്ര നിറങ്ങളായിരുന്നു? 7 നിറങ്ങൾ അല്ലേ? മക്കളുടെ കയ്യില് ക്രയോൺ ഒക്കെ ഇല്ലേ? ക്രയോൺ, പിന്നെ കളർ പെൻസിലൊക്കെ ഉണ്ടായിരിക്കല്ലോ. എല്ലാവരും നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മഴവില്ലിന്റെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം വരയ്ക്കണേ. 7 നിറത്തോടു കൂടിയ നമ്മുടെ മഴവില്ല് നിങ്ങളുടെ നോട്ട് ബുക്കിൽ വരയ്ക്കുക. ചെയ്യുമല്ലോ? ശരി. വിമലയുടെ അമ്മ മഴവില്ലിനെ കണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അത് മാഞ്ഞു പോയില്ലേ? എങ്ങനെ? മഴ വന്നു. മഴ വന്നില്ലേ? മഴ വന്നു, മഴവില്ല് മാഞ്ഞു പോയി. മഴ വന്നു. എങ്ങനെ? ഒന്നുകൂടി വായിച്ചേ. മഴ, മഴ. വന്നു, വന്നു. കൂട്ടി വായിക്കുമ്പോൾ മഴ വന്നു, മഴ വന്നു. മഴ വന്നപ്പോൾ നമ്മുടെ വിമല എന്ത് ചെയ്തിരിക്കും? എന്തായിരിക്കും അവളുടെ ആഗ്രഹം? എന്തായിരുന്നു? മഴയത്ത് കൂടി നടക്കണം അല്ലേ? അതിന് അവളുടെ കയ്യില് ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? കുട. അപ്പോൾ എന്തായിരിക്കും അവൾ ചെയ്തിട്ടുണ്ടായിരിക്കുക? കുട ചൂടി. വിമല കുട ചൂടി. വിമല കുട ചൂടി. വിമല, വിമല കുട, കുട ചൂടി, ചൂടി. വിമല കുട ചൂടി. ഒന്നുകൂടി വായിക്കാം. മഴ, മഴ. വന്നു, വന്നു. മഴ വന്നു. വിമല, വിമല കുട, കുട ചൂടി, ചൂടി. മഴ വന്നു, വിമല കുട ചൂടി. മനസ്സിലായല്ലോ? നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. മഴ വന്നു. എല്ലാവരും കൂടെ വായിക്കണേ. മഴ വന്നു. മഴവില്ല് മാഞ്ഞു. മാനം കറുത്തു. ഹായ് മഴ. വിമല പുറത്തിറങ്ങി. ഒന്നുകൂടി വായിക്കാം. മഴ
വന്നു. മഴവില്ല് മാഞ്ഞു. മാനം കറുത്തു. ഹായ് മഴ. വിമല പുറത്തിറങ്ങി. അങ്ങനെ നമ്മുടെ വിമല പുറത്തിറങ്ങി. കയ്യിലൊരു കുടയുണ്ട് അല്ലേ? എന്നിട്ട് അവളൊരു പാട്ട് പാടുന്നുണ്ട്. നല്ല സന്തോഷത്തിൽ ഒരു പാട്ട് പാടി. നമുക്കൊന്ന് പാടി നോക്കാം അല്ലേ? മഴ 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 വന്നു. ഒരു മഴ ചെറുമഴ മഴ വന്നു. നല്ലൊരു പുള്ളിക്കുടയും ചൂടി മഴയത്തൂടെ നടന്നു ഞാൻ. പേക്രോം പേക്രോം തവളകൾ പാടി ചെറുമീനുകളോ തുള്ളിച്ചാടി. മഴ വന്നേ ഹായ് മഴ വന്നേ മഴമേളത്തിൻ പൊടിപൂരം. ഇഷ്ടായോ പാട്ട്? നിങ്ങൾ വീണ്ടും വീണ്ടും പാടി നോക്കണേ. ഇനി ഇവിടെ ഈ കാര്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ, ഒന്നുകൂടി വായിക്കാം. മഴ വന്നു. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം ചെയ്യാം. മ എന്ന അക്ഷരം വരുന്ന അക്ഷരത്തിന്റെ അടിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു മ. മഴ വന്നു മ. പിന്നെ മഴവില്ല് മ. മാഞ്ഞു ഇവിടെ ഒരു മ ഉണ്ടല്ലോ. പിന്നെ മാനം കറുത്തു മാ. അല്ലേ? ഹായ് മഴ. വിമല മ. പുറത്തിറങ്ങി അതില് മ ഇല്ല അല്ലേ? ഇവിടെയുള്ള മ എന്ന അക്ഷരത്തിന്റെ അടിയിലെല്ലാം നമ്മൾ വരയിട്ട് കൊടുത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാട്ടിൽ മ എവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ അതിന്റെ അടിയിലൊക്കെ നിങ്ങൾ ഒന്ന് വരയിടണം. എല്ലാവരും ചെയ്യുമല്ലോ? ഇനി എന്താണ്? ചിത്രം നോക്കി അഭിനയിക്കാം. ചിത്രത്തിൽ നമ്മൾ 4 ചിത്രങ്ങൾ കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ ഓരോ കുട്ടികളും മഴയത്ത് കളിക്കുന്ന ഓരോ രീതികളാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഇവിടെ ഒരു കുട്ടിക്ക് കൊടയില്ല, മഴ നനഞ്ഞു പോവുക. പിന്നെ ഇവളുടെ കയ്യിൽ നിന്ന് ശക്തിയായിട്ടും കാറ്റടിച്ചപ്പോൾ കുട മറഞ്ഞുപോയി. പിന്നെ ഈ കുട്ടിയോ ചളിയിൽ കളിക്കുന്നു. പിന്നെ ഇവരെങ്ങനെയാണ്? ഇവരുടെ കയ്യിൽ ആകെ ഒരു കുടയേ ഉള്ളൂ. 4 പേരും ഒരുമിച്ച് ഒരു കുടയിൽ അങ്ങനെ പോകുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കണേ. ഇനി വരയ്ക്കാം. ഞാൻ കണ്ട മഴ. നിങ്ങളുടെ മനസ്സിൽ മഴയെ കുറിച്ച് എന്തെങ്കിലും ഒരു രൂപം ഉണ്ടാവുമല്ലോ മക്കളെ. നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ? അതൊന്ന് നിങ്ങൾ വരയ്ക്കുക. ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ അത് വരയ്ക്കുക. എന്നിട്ട് ഒരു കാര്യം എഴുതണം. എന്ത്? മഴ വന്നു. ചെയ്യുമല്ലോ എല്ലാവരും? നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു മഴ നിങ്ങൾ ഇവിടെ വരയ്ക്കുക. മഴ വന്നു എന്നെഴുതുക. ചെയ്യുമല്ലോ? അപ്പൊ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്? ഓർമ്മയില്ലേ? ആകാശത്ത് വിമല കണ്ടത് എന്തായിരുന്നു? മഴവില്ല്. മഴവില്ല് വരയ്ക്കാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? വരയ്ക്കണേ. പിന്നെ നിങ്ങൾക്കുണ്ടായ ഒരു മഴ അനുഭവം പറയാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്യണം. ചെയ്യുമല്ലോ? എന്നിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. പിന്നെയോ നമ്മൾ പഠിച്ച ഒരു കവിതയില്ലായിരുന്നോ വിമല പാടിയ? ആ കവിതയിൽ മാ എന്ന അക്ഷരത്തിന് താഴെ വരയിടണം. പിന്നെ എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ള ഒരു മഴ, അത് നിങ്ങളിവിടെ വരയ്ക്കണം. എന്നിട്ട് മഴ വന്നു എന്നെഴുതണം. ചെയ്യുമല്ലോ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.